അസ്സലാമു അലൈക്കും. ഇന്നിപ്പോൾ നമ്മുടെ ചെറിയ പെരുന്നാൾ, ഇന്നത്തെ ഈദ് സ്പെഷ്യൽ ബിരിയാണിയാണ്. ഇന്നത്തെ സ്പെഷ്യൽ ബിരിയാണി എന്ന് പറഞ്ഞാൽ മട്ടൻ ബിരിയാണിയാണ്. ഇത് വളരെ വളരെ ടേസ്റ്റി ആയിട്ട് ഒരു മട്ടൻ ബിരിയാണി. ഇതൊരു 3 കിലോ മട്ടനാണ്. ഇത് നമുക്ക് ഇന്നത്തിരി ക്വാണ്ടിറ്റി കൂടുതലായിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത്രയും ക്വാണ്ടിറ്റി കൂടുതലായിട്ട് വളരെ പെട്ടെന്ന് നല്ല ടേസ്റ്റി ആയിട്ട് മട്ടൻ ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം ഇതിലേക്ക് മസാലയെല്ലാം പുരട്ടി വയ്ക്കാം. ഇനി മട്ടൻ പീസിലേക്ക് നമുക്ക് മസാല ചേർത്ത് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി, പച്ചമുളക്, മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. നല്ല ടേസ്റ്റുള്ള ഒരു പ്രത്യേകതരം മട്ടൻ ബിരിയാണിയാണ്. നല്ല 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ പോകുമ്പോൾ കഴിക്കുന്ന രീതിയിലുള്ള മട്ടൻ ബിരിയാണിയാണ് തയ്യാറാക്കുന്നത്. കുരുമുളക് പൊടി, പട്ട, പെരുംജീരകം, ഗ്രാമ്പൂ, ഏലക്ക എല്ലാം കൂടി ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് ഒന്ന് ഗ്രൈൻഡ് ചെയ്ത്, ഉപ്പിടാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. ഒരു പിടി മല്ലിയില, കുറച്ച് പുതിനയില, ഒരു പകുതി നാരങ്ങയുടെ നീര്, അത് മതി. ഈ മട്ടൻ്റെ ഒരു വല്ലാത്ത സ്മെല്ലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറിപ്പോവാനും ടേസ്റ്റ് കൂടാനും നല്ലതാണ്. നന്നായിട്ട് നമ്മൾ കൈ കൊണ്ട് നമ്മൾ നന്നായിട്ട് കുഴച്ച് ഈ മസാലകളെല്ലാം കൂടി നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ച്, മഞ്ഞൾപ്പൊടി ഇട്ടില്ല, നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. മട്ടൻ നല്ല വേവുള്ളതുകൊണ്ട് കുക്കറിൽ വെച്ചാലും കുഴപ്പമില്ല. കുക്കറിൽ വെച്ചാൽ പെട്ടെന്ന് വെന്ത് കിട്ടും. നമുക്ക് നന്നായിട്ട് എല്ലാം കൂടി പുരട്ടി വയ്ക്കാം. മസാലയെല്ലാം നന്നായിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യട്ടെ. എന്നിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള മറ്റ് വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ മട്ടൻ ബിരിയാണിക്ക് വേണ്ടിയിട്ട് മട്ടൻ മസാല തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു നോൺ സ്റ്റിക്ക് പാത്രം, ഒരു ബിരിയാണി പോട്ട് അടുപ്പി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള എണ്ണ ഒഴിച്ച് മട്ടൻ വേവിച്ചെടുക്കാം. ഞാൻ വീടിൻ്റെ പുറത്ത് നിന്നാണ്, വെളിയിൽ മുറ്റത്ത് നിന്നാണ് ഇന്ന് ഇപ്പോൾ കുക്ക് ചെയ്യുന്നത്. നല്ല കാറ്റും വെളിച്ചമൊക്കെ ഉണ്ട്. അല്ല, ഈ ഒരു ഓപ്പൺ സ്പേസിൽ നിന്ന് നമുക്ക് കുക്ക് ചെയ്യുമ്പോൾ നല്ലൊരു, ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഫീലാണ്. നല്ല ഈ പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് എണ്ണ ഒഴിക്കാം. പാത്രത്തിലേക്ക് ഇതിന് വേണ്ടുന്ന ആവശ്യമായിട്ടുള്ള എണ്ണ, ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. ബിരിയാണിക്ക് ആയതുകൊണ്ട് സൺഫ്ലവർ ഓയിൽ, അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വയ്ക്കുന്നതാണ് ഇറച്ചിക്കൊക്കെ ടേസ്റ്റ് കൂടുതൽ. അതോടൊപ്പം തന്നെ ഒരു സ്പൂൺ നെയ്യും കൂടി ചേർക്കാം. മട്ടൻ്റെ പീസ് നല്ല ടേസ്റ്റ് ആയിരിക്കും. അല്പം നെയ്യുടെ ഒരു ടേസ്റ്റും രുചിയും ആ ഒരു മണവും കൂടെയൊക്കെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിലേക്ക് പട്ട, പെരുംജീരകം, ഏലക്ക അതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി.
ഇതിലേക്ക് സവാള ചേർക്കാം. ഇതൊരു 10-12 സവാള വരും. അത് നൈസായിട്ട് നല്ല രീതിയിൽ തിന്നായിട്ട് അരിഞ്ഞതാണ്. ഇനി സവാള നന്നായിട്ട് പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ ഉപ്പ് ചേർക്കാം. ഇത് 2 മിനിറ്റ് നമുക്ക് മൂടി വെച്ച് കഴിക്കാം. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർക്കാം. ഇപ്പോൾ സവാളയെല്ലാം നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുടെ ഇത് ചേർക്കാം. ഇതൊരു 10 പച്ചമുളകാണ്, നല്ല നീളത്തിന് കീറിയതാണ്. ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒന്നും കൂടി ഒരു 5 മിനിറ്റ് മുടിച്ച് കഴിക്കാം. ഈ മട്ടൺ പീസ് നമുക്ക് കുറേശ്ശെയായിട്ട് ഇതിലിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ച് വേവിക്കാം. നല്ല വേവേണ്ട, ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും മട്ടൺ വെന്താലേ കറക്റ്റ് പാകാവുള്ളൂ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. ഇതിൻ്റെ വെള്ളത്തിൽ തന്നെ ഒന്ന് വെന്തതിന് ശേഷം പിന്നെ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. സ്റ്റാർട്ടിങ്ങിൽ വെള്ളം ഒഴിക്കുന്നില്ല. മട്ടണിന് ഊറി വരുന്ന വെള്ളമുണ്ട്, അപ്പോൾ അത് വെന്തിട്ട് വെള്ളം വറ്റുന്ന ടൈമിൽ നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് വേവിക്കാം. ഏകദേശം തിളച്ച് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം കുറച്ച് വയ്ക്കാം. എല്ലാം കൂടെ ഒന്ന് ഇങ്ങനെ അടച്ച് വയ്ക്കാം. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് അടപ്പ് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം. ഞാൻ അല്പം പോലും വെള്ളം ഒഴിച്ചിട്ടില്ലായിരുന്നു മട്ടൻ്റെ പീസിലേക്കിപ്പോൾ. അത് തിളച്ച് വന്നപ്പോൾ തന്നെ ശരിക്കും വെള്ളം മട്ടൺ പീസിന് ഊറിയിരുന്നു. ഇനി ഈ വെള്ളം ഏകദേശം ഒന്ന് വറ്റി വന്നതിന് ശേഷം നമുക്ക് മട്ടൻ്റെ വേവനുസരിച്ച് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാം. കൂടെ മിക്സ് ചെയ്ത് മൂടി വയ്ക്കാം. ഏകദേശം ഒരു 1/4 മണിക്കൂറോളം വേവണം. ബിരിയാണിക്ക് വേണ്ടിയിട്ട് ബിരിയാണി അരിയുടെ ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു വലിയൊരു പാത്രത്തിലേക്ക് വെള്ളം വെച്ച് ഇപ്പോൾ ഏകദേശം അനന്നിട്ടുണ്ട്. അടുപ്പ് നമ്മുടെ വിറകടുപ്പിലാണ് ചോറ് വയ്ക്കുന്നത്. അതിലേക്ക് വേണ്ടുന്ന സാധനങ്ങളെന്ന് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പട്ട പെരുംജീരകം, നമ്മളെ പുതിനയില മല്ലിയില, അതെല്ലാം കൂടി വെള്ളത്തിലിട്ട് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് അരിയിടാം. ഇനി അതിലേക്ക് രമ്പയില
ചോറിന് ടേസ്റ്റ് കൂടാനും അത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 2 സ്പൂൺ നെയ്യ് കൂടി ചേർക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം. ഉപ്പ് കുറച്ച് കൂടുതൽ ചേർത്ത് നമ്മൾ വെള്ളത്തിന് നല്ല രീതിയിൽ നല്ല അരി ഇടുന്നപ്പോൾ ഉപ്പ് കൂടുതൽ ചേർത്താലേ നമുക്ക് ചോറിൽ ഉപ്പിൻ്റെ ഒരു ടേസ്റ്റ് വരുള്ളൂ. ഇത് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. പിന്നെ നമ്മുടെ മട്ടൻ ഏകദേശം വെന്തിട്ടുണ്ട്. ഏകദേശം 90% വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ വേറെ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. നല്ല പിഞ്ച് മട്ടനായതുകൊണ്ട് വേറെ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നും വന്നിട്ടില്ല. കറക്റ്റായിട്ട് നന്നായിട്ട് എല്ലാം നല്ല പെർഫെക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില കൂടി ചേർത്തിട്ട് നമുക്ക് ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം ചോറ് റെഡിയായിട്ട് ദം ചെയ്യാം. മല്ലിയില ഇട്ടിട്ട് അടുപ്പ് ഓഫ് ചെയ്യാം. ബിരിയാണി വയ്ക്കാനുള്ള ചോറ് വയ്ക്കാനുള്ള വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. വെള്ളത്തിൽ ഞാൻ ഇട്ടിട്ടുള്ള കണ്ടൻറ്റുകളെല്ലാം നല്ല സോഫ്റ്റായി അതിൽ നിന്നെല്ലാം വെള്ളത്തിലേക്ക് നന്നായിട്ട് അബ്സോർബ് ആയിട്ടുണ്ട്. എന്നാലാണ് ചോറിന് നല്ല ടേസ്റ്റ് ആവുന്നത്. അപ്പോൾ തിളച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 5 മിനിറ്റോളം നമ്മൾ ഇത് ഫുള്ളും അങ്ങ് തിളയ്ക്കാനായിട്ട് അനുവദിച്ചതിന് ശേഷമേ അരി ഇടാവൂ. ഇതിപ്പോൾ 5 കിലോ അരിയുടെ കൈമ റൈസാണ്. കൈമ ഇട്ടാൽ ഞാനെപ്പോഴും ബിരിയാണി ഉണ്ടാക്കുന്ന കൈമ റൈസാണ്. അതാ ഭയങ്കര നല്ല ടേസ്റ്റുള്ള അരിയാണ്. അരിക്ക് തന്നെ ഒരു പ്രത്യേക മണമാണ്. ചോറ് കൂടെ ആകുമ്പോൾ ഇതിൽ ചേർക്കുന്ന കണ്ടൻറ്റുകളുടെ എല്ലാത്തിൻ്റെയും കൂടെ ഫ്ലേവറും കൂടെ ആകുമ്പോൾ ചോറ് ഭയങ്കര ടേസ്റ്റാണ്. ഇൻഷാല്ലാ. അപ്പോൾ ഞാനിത് കഴുകി നല്ല ഡ്രൈ ആയിട്ട് ഉണക്കി ചെന്നിരുന്ന് കുറേശ്ശെ എടുത്ത് നമുക്ക് ഇതിലേക്കിടാം. കുറേശ്ശെ ഇട്ടതിന് ശേഷം പിന്നെ തട്ടി ഇടാം. ഇത് ഫുള്ളായിട്ട് ഇതിലേക്ക് നമുക്ക് നീക്കി ഇടാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് കഴിക്കാം. ഒരു 6-7 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് അടപ്പ് തുറന്ന് നോക്കാം. അപ്പോഴത്തേക്കും ശരിക്കും 1/4 ഭാഗം നമുക്ക് വെന്ത് കിട്ടിയാൽ മതി. പിന്നെ മട്ടൻ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് ദം ചെയ്ത് വയ്ക്കുമ്പോൾ ബാക്കി കൂടെ വെന്ത് കിട്ടും. നന്നായിട്ടൊന്ന് പരത്തിയിട്ട് ബിരിയാണി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് നമുക്ക് ഒന്ന് ചെറു തീയിലൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം, ഒന്ന് ദം ചെയ്തെടുക്കാം.